ചോറിന് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ടൊമാറ്റോയും തൈരും കൂടെ ചേർന്നിട്ടുള്ള ഈ കറി ടേസ്റ്റാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മോരുകറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ടൊമാറ്റോ വെച്ച് ഒരു മോരുകറി ഉണ്ടാക്കുന്നതിന് ഞാൻ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് വേകാനായിട്ട് വെക്കാം. ഈ കഷ്ണങ്ങൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മോരുകറി വെക്കുമ്പം ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നെകക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേകാനായിട്ട് അടുപ്പിൽ വെക്കാം. മോരുകറിയിലേക്ക് ഞാൻ 1 കപ്പ് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അടിച്ചു വെക്കുകയാണ്. ടൊമാറ്റോ വേകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അരപ്പും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 നുള്ളി ജീരകം, 1 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പൊന്നും കൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചു, കറി നന്നായിട്ട് കുറുകിയിട്ടുകൊണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം തൈര് ഉടച്ചത് ചേർക്കുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകും. ഒന്ന് ആറിയിട്ട് നമുക്ക് തൈര് ചേർക്കാം. തിളയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. ആ ടൊമാറ്റോയുടെ പുളിയും തൈരിന് ഒത്തിരി പുളിക്കരുത്. ആ തൈരിൻ്റെ എല്ലാം കൂടെ ആകുമ്പം നല്ലൊരു കറിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിനെയും ചൂടാക്കണ്ട, പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കറി നല്ല തിളച്ചതാണല്ലോ. നമുക്കിതിനകത്തേക്കൊരു താളിപ്പും കൂടെ റെഡിയാക്കാം. വെളിച്ചെണ്ണയിൽ ഉള്ളിയും കടുകും കറിവേപ്പിലയും ചുമന്നമുളകും എല്ലാം കൂടെ താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ മോരുകറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോയുമായിട്ട് നാളെ വരുന്നത് വരെ ബായ്.